ഹായ് നമസ്കാരം കൂട്ടുകാരെ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് കണവ റോസ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1/2 കിലോ കണവ അഥവാ കൂന്തൽ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴുകിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം സ്റ്റൗ ഓണാക്കി ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായപ്പോൾ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊന്ന് വഴറ്റിയെടുക്കണം. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റാം. ഇനി ഇതിലേക്ക് നമുക്ക് 2 സവോള അരിഞ്ഞതും ഒരു 10 ചെറിയ ഉള്ളിയും ഒരു 3 പച്ചമുളകും അരിഞ്ഞതും കൂടെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ സവോളയും ഉള്ളിയൊക്കെ ചേർത്തിരിക്കുന്നത് 1/2 കിലോ കണവയ്ക്ക് കണക്കാക്കിയുള്ളതാണ്. ഓരോ അളവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതൊന്ന് വഴന്ന് കിട്ടണം. അപ്പോൾ സവോള പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ടുള്ള ടിപ്പ് എല്ലാവർക്കും അറിയാം. അല്പം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. എന്ന് വെച്ചാൽ ബ്രൗൺ നിറമൊന്നും ആവേണ്ട ആവശ്യമില്ല. സവോള ജസ്റ്റ് ഒന്ന് വഴന്ന് കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ ഇതിന് കൂന്തൽ, കണവ ഓരോ സൈഡിലും ഓരോ പേരുകളാണ് അറിയപ്പെടുന്നത്. കടലിലെ മഷിക്കുപ്പി എന്നൊക്കെ പറയും. പേനയും മഷിയും പേന എന്നൊക്കെ പറയുന്നത്, അതായത് നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ അതിനകത്തൊരു പേന പോലൊരു സംഭവമുണ്ട്, മഷിയുണ്ട്. അപ്പോൾ ഞാനിത് ക്ലീൻ ചെയ്യുന്നതിൻ്റെ വീഡിയോ പിന്നാലെ വരുന്നുണ്ട് കേട്ടോ, ഞാനിടാം. അപ്പോൾ ഈ സവോള വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ മുളക് പൊടി ചേർത്ത് കൊടുത്തു. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ കുരുമുളക് പൊടിയാണ് 1 ടീസ്പൂൺ ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഒന്ന് വഴറ്റണം. അപ്പോൾ ഞാൻ ആദ്യമേ ചേർത്ത എണ്ണ അല്പം കുറവുണ്ട്. അപ്പോൾ ആ മസാലയിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ആ മസാല ആദ്യം ഒന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ നമുക്ക് സവോളയായിട്ട് എല്ലാം ഒന്ന് മിക്സാക്കാം. ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു ചെറിയ പഴുത്ത തക്കാളി ചെറുതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് യോജിപ്പിക്കണം. അപ്പോൾ ഒരുപാട് വലിയ തക്കാളി ഞാനിപ്പോൾ ചേർക്കുന്നില്ല. ചെറിയ തക്കാളിയുടെ ആവശ്യമേ ഉള്ളൂ. ഒരുപാട് പുളി വേണ്ട. അതുകൊണ്ടാണ് ഞാനൊരു പഴുത്ത തക്കാളി തന്നെ ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഇതെല്ലാം ഒന്ന് മിക്സ് ആക്കാം. പിന്നെ ഒരു കാര്യം പറയാൻ ഞാൻ വിട്ടുപോയി. അപ്പോൾ കണവ ക്ലീൻ ചെയ്യുമ്പോൾ ഒരു കാരണവശാലും അതിൻ്റെ തല കളയരുത്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് കണ്ണ് കളഞ്ഞിട്ടുള്ള ഭാഗങ്ങൾ നമ്മൾ ക്ലീൻ ചെയ്തെടുക്കണം. മസാലയിലേക്ക് ഞാൻ ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുത്തത്. ഒരു കാരണവശാലും തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഈ മസാല നന്നായിട്ടും തിളച്ച് വരട്ടെ. അപ്പോൾ ഇത് നമുക്ക് എന്തിൻ്റെ കൂടെയും കഴിക്കാൻ, ചപ്പാത്തി, പൊറോട്ട, അപ്പം, ഇടിയപ്പം എന്തിൻ്റെ കൂടെയും നല്ലൊരു കോമ്പിനേഷനാണ്. പിന്നെ ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ട് അത് നന്നായിട്ട് ഇപ്പോൾ തിളച്ച്, ആ മസാലയെല്ലാം നന്നായിട്ട് തിളച്ച് വന്നപ്പം ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കണവ അതിലേക്ക് ചേർത്ത് കൊടുക്കുവാണ്. പിന്നെ ഇപ്പോൾ ഞാൻ ഒഴിച്ച വെള്ളം കറക്റ്റാണ്. മാത്രമല്ല ഈ കണവയെന്ന് പറയുന്നത് ജലാംശം കൂടുതലുള്ളതാണ്. അപ്പോൾ ഇത് അതിലേക്ക് ഇട്ട് കഴിയുമ്പോഴത്തെ അതിൽ നിന്നും കൂടെ വെള്ളം ഇറങ്ങി വരും. അപ്പോൾ അതിൽ കിടന്ന് ഈ കണവ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും. പിന്നെ ഒരുപാട് അങ്ങിട്ട് വേവിക്കേണ്ട ആവശ്യമില്ല. കാര്യം ഒരുപാട് വേവ് കൂടിപ്പോയാലും ഇത് റബ്ബർ പോലെയാവും. അപ്പോൾ ഇതിനൊരു മീഡിയം ഒരു വേവുണ്ട്. ആ ഒരു വേവാകുമ്പോൾ നമുക്ക് കറക്റ്റിന് ഇത് കിട്ടും. അപ്പോൾ കണവ ചേർത്ത് കഴിഞ്ഞിട്ട് അതിലേക്ക് കണവയ്ക്ക് ആവശ്യമായിട്ടുള്ള അല്പം ഉപ്പും കൂടെ ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇടാവുള്ളൂ. ഹൈ ഫ്ലെയിമിലൊന്നും ഇടരുതും. അപ്പം ആ മസാലയിൽ കിടന്ന് ഇതൊന്ന് നന്നായിട്ട് വെന്ത് കിട്ടണം. അപ്പം നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ ഒരു 20 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനിതൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏകദേശം ആ വെള്ളമെല്ലാം ഇറങ്ങി വന്നതൊന്ന് ഒന്നുകൂടെ ഒന്ന് വരണ്ട് വന്നാൽ മതി. ആ ഒരു സമയത്ത് ഞാനിതിലേക്ക് ഒരു ടീസ്പൂൺ ഗരം മസാല പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത മസാലപ്പൊടിയാണേ. അപ്പോൾ അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ആവണം. അതിനുശേഷം നമുക്ക് ഒന്നുകൂടെ അടച്ചു വയ്ക്കാം. പിന്നെ ലാസ്റ്റ് നമുക്ക് 1 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ അതിലേക്ക് ചേർക്കണം. കൂടെ തന്നെ അല്പം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കേണ്ടതാണ്. അതും ഒരു ടേസ്റ്റാണ്. പക്ഷേ ഇപ്പോൾ എൻ്റെ കൈവശം ഇല്ലാഞ്ഞുകൊണ്ട് ഞാൻ കറിവേപ്പില ഇട്ടില്ല. എങ്കിലും നല്ല ടേസ്റ്റായിട്ട് നമുക്കിത് കിട്ടും. അത്രക്ക് ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അത്ര ടേസ്റ്റായിരുന്നു കേട്ടോ. ഇവിടെ ഇത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ചെയ്തു നോക്കണം കേട്ടോ. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ കുറച്ചുകൂടെ വരട്ടി എടുക്കണം എന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം. ഈ ഒരു പാകത്തിനാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യണം.
ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.